ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുകയാണ്. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. നമ്മൾ മുല്ലപ്പെരിയാറിലേക്ക് പോവുകയാണ്. ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ നാളെ തുറക്കുകയാണ്. രാവിലെ 10 മണിക്ക് ഷട്ടർ ഉയർത്തും എന്നാണ് തമിഴ്നാട് ഇപ്പോൾ അറിയിക്കുന്നത്. പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല, ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. രാഹുൽ, ഇപ്പോൾ എത്രയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്? നാളെ ഈ വെള്ളം തുറന്നു വിടുന്നതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെ, എപ്പോഴായിരിക്കും ഈ അതിന്റെ മുന്നോടിയായുള്ള കാര്യങ്ങൾ തുടങ്ങുക? രാഹുൽ. വിജയകുമാർ, 136 അടി, അതായത് റൂൾ കർവ് പരിധിയായ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നാളെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 1000 ഘനയടി വെള്ളം വരെ തുറന്ന് പെരിയാറിലേക്ക് ഒഴുക്കും എന്നുള്ളതാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജലനിരപ്പ് ഉയർന്ന വീടുകളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട് എങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കേണ്ട തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ കളക്ടറും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 2 മണിക്കൂർ കൊണ്ടാണ് 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം 4000-ഓളം ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 2200 ഘനയടിയാണ്. ശേഷം അവശേഷിക്കുന്ന വെള്ളം, കൂടുതലായി എത്തുന്ന വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുക എന്നുള്ളതാണ് തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. എന്തായാലും നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് തന്നെയായിരിക്കും ഈ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകുക. ഏതെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്ത് ഷട്ടറുകൾ ഉയർത്തുന്ന നടപടി തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. 2021 അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ധാരണയിൽ രാത്രി കാലങ്ങളിൽ ഈ ഷട്ടറുകൾ ഉയർത്തണ്ട എന്നൊരു തീരുമാനം എത്തിയിരുന്നു. മാത്രമല്ല നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകണം, അതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ കേരളത്തിലേക്ക് വെള്ളം ഒഴുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും നാളെ രാവിലെ 10 മണിക്ക് ഷട്ടറുകൾ ഉയർത്തും എന്നുള്ളത് തമിഴ്നാട് രേഖാമൂലം കേരളത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും വിധത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിൽ പെരിയാറിന്റെ തീരത്ത് ഇല്ല. രാഹുൽ, ഈ മഴ ഈ മേഖലയിൽ തുടരുന്നുണ്ടോ? അതായത് നാളെ 1-2 ദിവസം കുറെ വെള്ളം തുറന്നു വിട്ടാൽ ഇപ്പോഴത്തെ നിലയിൽ നിന്ന് കാര്യമായ മാറ്റം ഉണ്ടാകും. നീരൊഴുക്കിന്റെ ശക്തി എങ്ങനെയാണ്? കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളവും ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളവും അതാണല്ലോ ഇപ്പോഴത്തെ നമ്മൾ പരിശോധിക്കേണ്ടത്. അതിന്റെ ഒരു അനുപാതം എങ്ങനെയാണ് ഇപ്പോൾ? തീർച്ചയായിട്ടും, അതായത് ഈ നാളെ രാവിലെ 10 മണിക്ക് ഈ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് തമിഴ്നാട് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയാണ്, അല്ലെങ്കിൽ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളം ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ ഈ ജലനിരപ്പ് ഒരു ലെവലിൽ നിൽക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഈ ഷട്ടറുകൾ തുറക്കുന്ന തീരുമാനം പിൻവലിക്കാൻ തമിഴ്നാടിന് സാധ്യതയുണ്ട്. പക്ഷേ ഒരു അറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് ഈ 136 അടിയിലേക്ക് റൂൾ കർവ് പരിധിയിലേക്ക് ജലനിരപ്പ് എത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളവും തമിഴ്നാടും സംയുക്തമായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ രാവിലെ 10 മണിക്ക് സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം ഒഴുക്കുമെന്നും പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയാണ് എങ്കിൽ ഈ തീരുമാനം മാറ്റുന്നതിൽ തമിഴ്നാടിന് യാതൊരു വിമുഖതയും ഉണ്ടാകില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കേരളത്തിലേക്ക് ഒഴുക്കുക എന്നുള്ളത് അവരുടെ ഒരു തീരുമാനമല്ല, അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനമല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും വിധത്തിൽ അതിന്റെ പരമാവധി സംഭരണ ശേഷിയിലേക്ക് ഈ ജലനിരപ്പ് എത്തുക, സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഡാമിന് മറ്റ് സാങ്കേതിക തകരാറുകളില്ല, സാങ്കേതിക പ്രശ്നങ്ങളില്ല, ജലനിരപ്പ് കൂടിയാലും പ്രശ്നങ്ങളില്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടത് തമിഴ്നാടിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അവർ പരമാവധി സംഭരണശേഷിയിൽ ജലനിരപ്പ് നിർത്താൻ വേണ്ടി മാത്രമേ ശ്രമിക്കുകയുള്ളൂ. കേരളത്തിലേക്ക് ഒഴുക്കി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. അത്തരം മാനുഷികമായിട്ടുള്ള പരിഗണന കൂടി തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് 2022 ശേഷം ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ മാത്രമേ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം, കൂടുതലായിട്ടുന്ന വെള്ളം 136 അടിയിലേക്ക് ഉയരുന്ന. ശരി രാഹുൽ, എന്തായാലും ജില്ലാ ഭരണകൂടം ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആശങ്ക വേണ്ട, വളരെ ശ്രദ്ധയോടുകൂടി ഈ സമയം മുന്നോട്ട് പോയാൽ മതി. ഏതെങ്കിലും തരത്തിൽ ആശങ്കയുടെ അന്തരീക്ഷമില്ല. ജലനിരപ്പ് ക്രമപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ അളവിൽ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചെന്ന് തമിഴ്നാട് സർക്കാരും ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.
നമ്മൾ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി കടക്കുന്നത്. തൃശൂർ ഷൊർണൂർ പാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം അല്പസമയം മുമ്പ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ട്രാക്കിലെ മണ്ണ് ഏതാണ്ട് പൂർണ്ണമായും നീക്കാൻ സാധിച്ചിട്ടുണ്ട്. വള്ളത്തോൾ നഗർ സ്റ്റേഷനിൽ പിടിച്ചിട്ട ഗരീബ് രഥി അതിന്റെ യാത്ര ഇപ്പോൾ തുടങ്ങി എന്ന വിവരമാണ് വരുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഏതാനും മണിക്കൂറുകൾ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് വേഗത്തിൽ ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി വഷളാകുമായിരുന്നു. ഇപ്പോൾ അവിടെ മണ്ണിടിച്ചിൽ ആ മേഖല സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? യാത്ര സുഗമമായി അടുത്ത മണിക്കൂറുകളിൽ നടക്കുമെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ ശ്രീജിത്ത്? വിജയകുമാർ, ഇത്തരത്തിൽ യാത്ര സുരക്ഷിതമാണെന്ന് റെയിൽവേ ഉറപ്പിക്കുന്നുണ്ട്. കാരണം മണ്ണിടിഞ്ഞ ഭാഗത്തെ പൂർണ്ണമായ രീതിയിൽ അവർ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായി മണ്ണ് നീക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ട്രെയിനുകൾ ചിലത് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലാം 1.5 മണിക്കൂറും 2 മണിക്കൂറും ലേറ്റായാണ് വരുന്നത്. എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് അടക്കം ഇപ്പോഴും അനിയന്ത്രിതമായി വൈകുകയാണ്. അത് എവിടെയോ പിടിച്ചിട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതിങ്ങോട്ട് എത്തിയിട്ടില്ല. എന്തായാലും അല്പസമയം മുൻപാണ്, ഏതാണ്ട് 1 മണിക്കൂറോളം ലേറ്റായാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് അടക്കം ഇതിലൂടെ കടന്നുപോയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനമായിരുന്നു അത്, ട്രെയിനായിരുന്നു അത്. അദ്ദേഹം അടക്കം ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 2-3 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് പല ട്രെയിനുകളും ഇതുവഴി കടന്നു വരുന്നത്. ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന് പറയുമ്പോഴും ഇതിനു മുൻപ് പല മേഖലകളിലും പിടിച്ചിട്ട ട്രെയിനുകൾ നിയന്ത്രിതമായി തന്നെ കടത്തി വിടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ റെയിൽവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ആളുകൾ വന്ന് ട്രെയിൻ കയറാതെ തന്നെ മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകൾ മാത്രമാണ് ഈ മേഖലയിൽ തന്നെ ഇപ്പോഴൊക്കെ തന്നെ തുടരുന്നത്. എന്തായാലും ട്രെയിൻ ഗതാഗതം ഏതാണ്ട് ഒരു പഴയ രീതിയിലായി എന്ന് പൂർണ്ണമായി പറയാറായിട്ടില്ല. കാരണം ട്രെയിനുകളെല്ലാം ഇന്ന് രാത്രി പൂർണ്ണമായി വൈകി ഓടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇനി ഇതുവഴി രാജ്യറാണി എക്സ്പ്രസ്, നിലമ്പൂരിൽ നിന്ന് രാജ്യറാണി എക്സ്പ്രസ് കടന്നു വരേണ്ടതുണ്ട്. അതും ലേറ്റായി തന്നെയാണ് ഓടുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പാലക്കാട് നിന്നുള്ള അമൃത എക്സ്പ്രസ് ഉണ്ട്. അത് തൃശ്ശൂർ ഭാഗത്തേക്ക് ഷൊർണൂർ ടച്ച് ചെയ്യാതെ പോകുന്ന ട്രെയിനാണ്. അതും എന്തായാലും ലേറ്റായി തന്നെ ഓടുകയുള്ളൂ എന്ന് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ട്രെയിനുകൾ പൂർണ്ണമായി വൈകിയാണ് ഇപ്പോൾ ഓടുന്നത്. അത് 1.5 മണിക്കൂർ 2 മണിക്കൂർ ലേറ്റൊക്കെ ആയാണ് എല്ലാ ട്രെയിനുകളും ഓടുന്നത്. യാത്രക്കാർ ഏതാണ്ട് വലഞ്ഞ അവസ്ഥയിലാണുള്ളത്. പ്ലാറ്റ്ഫോമുകളിൽ എന്തായാലും 2 വണ്ടികൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മറ്റു വണ്ടികൾ ഉണ്ടായിരുന്ന വണ്ടികൾ ഇവിടെ നിന്ന് മാറ്റി വിട്ടിട്ടുമുണ്ട്. വിജയകുമാർ, ഗരീബ് രഥ അത് വള്ളത്തോൾ നഗർ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അത് യാത്ര ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ കുറച്ച് മണിക്കൂറുകൾ വൈകിയോടും ഈ രാത്രി വണ്ടികൾ എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ഷൊർണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ മുഴയൂർ അയ്യാടൻ മലയിൽ വിള്ളൽ കണ്ടെത്തി എന്നാണ് റിപ്പോർട്ട്. ആ പ്രദേശത്തു നിന്ന് ഏതാണ്ട് 42 കുടുംബങ്ങളെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ബന്ധുവീടുകളിലേക്കൊക്കെയാണ് ആ കുടുംബാംഗങ്ങളെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അവിടെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വിശദമായ പരിശോധന ആ മേഖലയിൽ ആവശ്യമാണ് എന്നാണ് വിലയിരുത്തുന്നത്. ജിയോളജി വകുപ്പ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. മഴ കൂടുതൽ ശക്തമായാൽ ആവശ്യമെങ്കിൽ അവിടെ കൂടുതൽ ആളുകളെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റി പാർപ്പിക്കേണ്ടി വരും എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ അവിടെ പഞ്ചായത്ത് അധികൃതരൊക്കെ അതിൻ്റെ നടപടികളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ തുടർ നടപടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുകയാണ് എന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിന്നൽ പ്രളയത്തിൽ ഹിമാചൽ പ്രദേശിൽ മരിച്ചവരുടെ എണ്ണം 7 എന്നാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ ഉത്തർപ്രദേശിലെ നോയിഡയിൽ വലിയ വെള്ളക്കെട്ടാണ് ഇന്ന് വൈകിട്ട് രൂപപ്പെട്ടത്. ആ റിപ്പോർട്ടിലേക്ക് ദുരന്ത നിവാരണ സേന നടത്തിയ തെരച്ചിലാണ് കുളുവിൽ കാണാതായ 3 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത്. മറ്റു 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇതോടെ ഹിമാചലിൽ മാത്രം മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. കുടുങ്ങിക്കിടക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ബദ്രിനാഥ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നന്ദപ്രയാഗിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. നിരവധി വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലായി. മഴക്കെടുതി നേരിടാൻ മുഖ്യമന്ത്രി സുഖിന്ദർ സിംഗ് സുഖുവിന്റെ നേതൃത്വത്തിൽ
ഉന്നതതല അവലോകന യോഗം ചേർന്നു. ഉത്തരാഖണ്ഡിൽ അടുത്ത 24 മണിക്കൂർ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശം നൽകി. അതിനിടെ പുരാവസ്തു വകുപ്പ് നടത്തിയ തെർമൽ സ്കാനിംഗിൽ താജ്മഹലിന്റെ താഴികക്കുടത്തിൽ വിള്ളൽ കണ്ടെത്തി. സംരക്ഷിത സ്മാരകങ്ങളിൽ നടത്തുന്ന പതിവ് പരിശോധനയിലാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രശ്നം ഗുരുതരമല്ലെന്നും വിള്ളൽ അടയ്ക്കാനുള്ള പ്രവർത്തനം തുടങ്ങിയതായും പുരാവസ്തു വകുപ്പ് അറിയിച്ചു. 24 ഡൽഹി. ഈ വാർത്താ പകലിൽ ഏറെ ചർച്ചയായ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. ചില മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് സ്കൂളുകളിൽ സുംബ ഡാൻസ് നിർബന്ധമാക്കുമെന്ന നിലപാടിൽ സർക്കാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമെങ്കിൽ അതിനെ നേരിടും എന്നുകൂടി മന്ത്രി വി ശിവൻകുട്ടി ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സർക്കാർ നിലപാടിനെ പിന്തുണച്ചും എതിർത്തും വിവിധ സംഘടനകൾ ഈ വാർത്താ ദിവസം രംഗത്തെത്തുകയും ചെയ്തു. ആ റിപ്പോർട്ടിലേക്ക് ഇനി വാർത്താമഴ കടക്കും. സ്കൂളുകളിലെ സൂംബ ഡാൻസിനെതിരെ ചില മുസ്ലിം സംഘടനകൾ വിമർശനം തുടരുമ്പോഴും തീരുമാനവുമായി സർക്കാർ മുന്നോട്ടാണ്. സൂംബയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ലഹരിയേക്കാൾ കൊടിയ വിഷമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സൂംബയെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസും KSUവും രംഗത്തെത്തിയപ്പോൾ സൂംബ അടിച്ചേൽപ്പിക്കരുതെന്നും എതിർക്കുന്നവരുമായി ചർച്ച വേണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. അതിൻ്റെ ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അതിന് പരാതി പറഞ്ഞാൽ, ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം, അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. സൂംബ ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ സാർവത്രികമായ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അപ്പോൾ അതൊരു വിവാദമാകേണ്ട കാര്യം സത്യത്തിലില്ല. വിദ്യാലയങ്ങളിലെ സൂംബയെ പിന്തുണച്ച് BJP രംഗത്തെത്തി. സൂംബ ഡാൻസ് കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സക്കാഫി എളമരത്തിന്റെ പ്രതികരണം. കുട്ടികളുടെ പഠനത്തെയും അച്ചടക്കത്തെയും ധാർമ്മികതയൊക്കെ പ്രതികൂലമായി ബാധിക്കാനാണ് കൂടുതൽ സാധ്യത. അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിൽ ഉണ്ടാവേണ്ട ഒരാദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ബന്ധമുണ്ട്. ആ ബന്ധങ്ങളൊക്കെ തകർന്ന് ഒരു കളിയുടെയും തമാശയുടെയും അവസ്ഥയിലേക്ക് മുതിർന്ന കുട്ടികൾ മാറാൻ പാടില്ല. ഇങ്ങനെ സൂംബയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ ശക്തമാവുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇനി വാർത്താമഴ കടക്കുന്നത് മറ്റൊരു വിവാദത്തിന്റെ തുടർ വാർത്തകളിലേക്ക്, തുടർ റിപ്പോർട്ടുകളിലേക്കാണ്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറുടെ കത്തിന് മുഖ്യമന്ത്രി വീണ്ടും ഒരു മറുപടി കത്തുകൂടി നൽകിയിരിക്കുകയാണ്. രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടിയിൽ തെറ്റില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് നൽകിയ ഈ കത്തിൽ അദ്ദേഹത്തെ അറിയിക്കുന്നത്. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിക്ക് അങ്ങനെ ചെയ്യാനേ കഴിയൂ എന്നാണ് മുഖ്യമന്ത്രി ആ കത്തിൽ ഗവർണറെ അറിയിച്ചിരിക്കുന്നത്. സ്കൗട്ട്സ് പരിപാടിയിൽ നിന്നിറങ്ങിപ്പോയ മന്ത്രി വി ശിവൻകുട്ടി അനാദരവ് കാട്ടിയെന്ന ഗവർണർ കത്തിന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. ഗവർണറോട് അനാദരവ് കാട്ടാൻ ഉദ്ദേശിച്ചല്ല മന്ത്രി ചടങ്ങിനെത്തിയത്. ഭരണഘടനാ ബാഹ്യമായ കൊടിയും ചിഹ്നവും ഔദ്യോഗിക പരിപാടിയിൽ കണ്ടാൽ ഒരു മന്ത്രി എങ്ങനെ പെരുമാറുമോ അതേ സംഭവിച്ചിട്ടുള്ളൂവെന്നും കത്തിൽ വിശദീകരിച്ചു. രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന ഔപചാരിക പരിപാടികൾ ദേശീയ ചിഹ്നവും പതാകയും മാത്രമേ തുടർന്ന് ഉപയോഗിക്കാവൂ എന്നും മുഖ്യമന്ത്രി കത്തിലൂടെ ഗവർണറോട് ആവശ്യപ്പെട്ടു. ഇത് രണ്ടാം തവണയാണ് RSS ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ സർക്കാർ ഗവർണറോട് വിയോജിപ്പ് അറിയിക്കുന്നത്. അപ്പോൾ ഗവർണറെ രാഷ്ട്രപതി തുടങ്ങിയ ആളുകളെ നമ്മൾ കാണുന്ന വേറൊരു തരത്തിലാണ്. ഞാനിങ്ങനെ പോയപ്പോൾ പ്രൈവറ്റായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനകത്തൊരു ന്യായവുമില്ല. കാരണം രാജ്യത്തിൻ്റെ പൊതുവായ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ആളുകൾ വിവിധ മതവിശ്വാസമുള്ളവരുണ്ട്, വിവിധ രീതികളുണ്ട്. അതെല്ലാം വ്യക്തിപരമായ അവരുടെ പ്രൈവറ്റായ കാര്യങ്ങൾ. കേരള സർവകലാശാല സെൻട്രൽ ഹാളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകി. രജിസ്ട്രാറുടെ ചുമതല നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. സംഘാടകർ നിബന്ധന ലംഘിച്ചുവെന്ന് PROയും സെക്യൂരിറ്റി ഓഫീസറും റിപ്പോർട്ട് നൽകിയിരുന്നു. ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പോലീസ് ഓഫീസിലെത്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പരിപാടി റദ്ദാക്കിയെന്നാണ് രജിസ്ട്രാറുടെ റിപ്പോർട്ട്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ പ്രതിസന്ധി എന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വലിയ ചർച്ചയായിരുന്നു. ഇത് 24 പുറത്തുവിട്ടതിന് പിന്നാലെ ആരോപണങ്ങൾ ഉയരുകയും
ഈ ആരോപണങ്ങൾ ആരോഗ്യ വകുപ്പ് പിന്നീട് തള്ളുകയും ചെയ്തു. ശസ്ത്രക്രിയ മുടങ്ങിയതായി വിവരം ലഭിച്ചിട്ടില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. ഡോക്ടർ ഹാരിസിൽ നിന്ന് വിശദീകരണം തേടാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നാലെ പഴയ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഡോക്ടർ പിൻവലിക്കുകയും ചെയ്തു. നീതി നടപ്പാക്കാനായില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നായിരുന്നു, അല്ലെങ്കിൽ എന്ത് കാര്യമെന്ന് ചോദിച്ചായിരുന്നു ഡോക്ടർ ഹാരിസ് ഒരു പുതിയ FB പോസ്റ്റ് ഇട്ടത്. ആ റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടന്നു. ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെച്ചതിന് പിന്നാലെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. തന്റെ മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തതിനാൽ മാറ്റിവെക്കേണ്ടി വന്നതിൽ തനിക്ക് ലജ്ജയും നിരാശയുമുണ്ട്. വകുപ്പിനെ മെച്ചപ്പെടുത്താൻ ഓടി ക്ഷീണിച്ചു. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡോക്ടർ ഹാരിസ് പറയുന്നു. സംഭവം വിവാദമായതോടെ ആദ്യമിട്ട പോസ്റ്റ് പിൻവലിച്ചു. പിന്നീടിട്ട പോസ്റ്റിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് നീതി പുലർത്താൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു. നടപടി ഉണ്ടായിക്കോട്ടെ, നടപടി ഉണ്ടാക്കി. ഞാനെന്തായാലും ഇതിനകത്ത് നമുക്ക് സർവീസ് തന്നെ എനിക്ക് മടുത്തിരിക്കുകയാണ്. ഇനി അതിനകത്ത് നടപടികൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ. നമ്മൾ നാണക്കേട് കാണിച്ച് സത്യങ്ങൾ മൂടി വയ്ക്കുന്നത് എന്തിനാണത്? ശസ്ത്രക്രിയ മുടങ്ങിയതായി വിവരം ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലെന്ന ഡോക്ടർ ഹാരിസിന്റെ ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി വീണ ജോർജ്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. DMEയുടെ ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. അടിയന്തര സ്വഭാവമുള്ള ശസ്ത്രക്രിയ അല്ല മാറ്റിവെച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം. ഇക്കഴിഞ്ഞ വർഷം 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ യൂറോളജി വകുപ്പിന് വാങ്ങി നൽകിയെന്നും വിശദീകരിക്കുന്നു. ആരോഗ്യമേഖലയെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന നിലപാടാണ് ആരോഗ്യ വകുപ്പിന്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ടാണ് സംസാരിച്ചത്. ശുഭാംശു ശുക്ലയുടെ യാത്ര എല്ലാ ഇന്ത്യക്കാർക്കും വലിയ പ്രചോദനമാകുമെന്നാണ് പ്രധാനമന്ത്രി പിന്നീട് പറഞ്ഞത്. ബഹിരാകാശ നിലയത്തിലുള്ള അനുഭവങ്ങൾ ശുഭാംശു പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശു ശുക്ലയുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചത്. ശുഭാംശു ശുക്ലയുടെ യാത്ര ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ നിലയത്തിലെ വിശേഷങ്ങൾ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമിക്ക് അതിരുകളില്ലെന്നും ഇന്ത്യ മനോഹരമെന്നും ശുഭാംശു ശുക്ല. തന്റെ ആദ്യ പരീക്ഷണം വിത്തുകോശങ്ങളിൽ ആകുമെന്നും ബഹിരാകാശ നിലയത്തിൽ ഉറക്കമടക്കമുള്ള നിസ്സാര കാര്യങ്ങൾ ഏറെ ശ്രമകരമെന്നും ശുഭാംശു പ്രധാനമന്ത്രിയോട് പറഞ്ഞു. बहुत अच्छा लग रहा है, बहुत नया एक्सपीरियंस है ये, और कहीं ना कहीं बहुत सारी चीजें ऐसी हो रही हैं जो दर्शाती हैं कि मैं और मेरे जैसे बहुत सारे लोग हमारे देश में और हमारा भारत किस दिशा में जा रहा है. ये जो मेरी यात्रा है, ये पृथ्वी से ऑर्बिट की 400 किलोमीटर तक की जो छोटी सी यात्रा है, ये सिर्फ मेरी नहीं है. मुझे लगता है कहीं ना कहीं हमारे देश की भी यात्रा है. बिकॉज जब मैं छोटा था, मैं कभी सोच नहीं पाया कि मैं एस्ट्रोनॉट बन सकता हूँ. രാജ്യത്തു നിന്നും അകലെയെങ്കിലും ശുഭാംശു ഇന്ത്യക്കാരുടെ ഹൃദയത്തിലാണെന്നറിയിച്ച പ്രധാനമന്ത്രി ആക്സിയാൻ 4 ദൗത്യത്തിന് മുഴുവൻ ഇന്ത്യക്കാരുടെയും പേരിൽ ആശംസകൾ നേർന്നു. 140 करोड़ भारतवासियों की भावनाएं भी हैं. मेरी आवाज में सभी भारतीयों का उत्साह और उमंग शामिल है. ഇന്ത്യ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതിൽ അഭിമാനം. കഠിനാധ്വാനം ചെയ്താൽ രാജ്യത്തിന് ഏറെ മുന്നേറാം. ആകാശത്തിന് അതിരുകളില്ലെന്നും യുവതലമുറയോട് ശുഭാംശു. 24, ഡൽഹി. മലപ്പുറം ജില്ലയിലെ പാങ്ങിൽ 1 വയസ്സുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന പരാതിയിൽ വളരെ വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തിരിക്കുകയാണ്. നാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കൊട്ടക്കൽ സ്വദേശി ഹിറ അറീര നവാസ് ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. ഇന്നലെ മരിച്ച കുഞ്ഞിന്റെ കബറടക്കം ഇന്ന് രാവിലെയാണ് നടന്നത്. പരാതി ഉയർന്നതോടെ ഇന്ന് രാത്രിയോടെ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി. നാളെ പോസ്റ്റ്മോർട്ടം നടക്കും. പടിഞ്ഞാറ്റുമുറി ജുമാ മസ്ജിദിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കബറടക്കിയത്. ദമ്പതികൾ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടക്കലിലെ വീട്ടിൽ വെച്ചായിരുന്നു കുഞ്ഞ് മരിച്ചത്. പാല് കുടിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച്
കോട്ടക്കൽ സ്വദേശി ഹംസത്ത് പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ആ കുട്ടി 1 മാസത്തോളമായി മഞ്ഞപ്പിത്തമുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഒരു മെഡിക്കൽ പേഴ്സണൽ ആ കുട്ടിയെ യാദൃച്ഛികമായി കണ്ടപ്പോൾ കുട്ടിക്ക് നല്ല മുഖത്തൊക്കെ ഭയങ്കരമായ മഞ്ഞൊക്കെ ഉണ്ടായതായിട്ട് അവർ പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും അവർ കൂട്ടാക്കിയില്ല. അവര് പോലീസിൽ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നും ആരോപണമുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. മരിച്ചിട്ടാണ് അവരറിഞ്ഞത്. അങ്ങനെ ഇങ്ങോട്ട് പോലെ വീട് പടിയാണ്, അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണല്ലോ. അങ്ങനെ ഇങ്ങോട്ട് വന്നെന്നാണ് പറഞ്ഞത്. പാല് കൊടുത്തതിന് ശേഷമാണ് അസുഖമൊന്നും ഇല്ലായിരുന്നാണ് പറഞ്ഞത്. പെട്ടെന്നാന്നല്ലേ പറയണത്. അൽമാസിലെ ഡോക്ടറാന്നാണ് പറഞ്ഞത്. ആരോഗ്യവകുപ്പിന്റെ ഞങ്ങള് ജില്ലയിലേക്ക് അറിയിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ മരണകാരണം വ്യക്തമാവൂ. വീട്ടിലെ പ്രസവത്തിന് ശേഷം പ്രതിരോധ കുത്തിവെപ്പുകൾ കുട്ടിക്ക് നൽകിയില്ലെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി. അക്യുപഞ്ചറിസ്റ്റായ കുട്ടിയുടെ അമ്മ ഹിറ ഹരിറ അശാസ്ത്രീയ ചികിത്സാ രീതികൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. 24 മലപ്പുറം. മലപ്പുറത്ത് തന്നെ നിറമരുതൂരിൽ നിന്നൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നുണ്ട്. അവിടെ പുതിയ കടപ്പുറ മേഖലയിൽ 10ഓളം പേരെ ഒരു തെരുവ് നായ കടിച്ചു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദാംശങ്ങൾ സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് നൽകും. സമീർ, ഇത് ഒരു തെരുവ് നായ തന്നെയാണോ ഇത്രയും ആളുകളെ കടിച്ചത്? അങ്ങനെയാണെങ്കിൽ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ അല്ലേ? ഒരു തെരുവ് നായ തന്നെയാണ് ഇത്രയും പേരെ ആക്രമിച്ചത് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയത്തിനിടക്കാണ് ഈ തെരുവ് നായ വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 10ഓളം പേർക്കാണ് തെരുവ് നായയുടെ കടിയേൽക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. കാലിനും കഴുകിനും ഉൾപ്പെടെയാണ് തെരുവ് നായയുടെ കടിയേറ്റ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവർ ഇപ്പോൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഈ നിറമരുതൂർ പുതിയ കടപ്പുറം മേഖലയിലാണ് തെരുവ് നായയുടെ ശല്യം രൂക്ഷമായി തന്നെ ഉള്ളത്. ഇന്നലെയും ഈ നായ അക്രമം അഴിച്ചുവിട്ടിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. നായ ഉടൻ തന്നെ പിടികൂടണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കം സ്കൂളുകളിലേക്ക് മദ്രസകളിലും അടക്കം പോകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സമീർ, ഈ വാക്സിനൊക്കെ ആവശ്യത്തിന് ആശുപത്രിയിൽ ഉണ്ടല്ലോ അല്ലേ? ഇത്രയും ആളുകളെ ഒരുമിച്ച് ഒരു തെരുവുനായെ ആക്രമിക്കുന്നു, എല്ലാവർക്കും വാക്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ അവിടെ. അപ്പോൾ അതൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടല്ലോ ആശുപത്രിയിൽ അല്ലേ? വിജയകുമാർ, ആശുപത്രിയിൽ എത്തുന്നവർ അത്തരം ഒരു പരാതി ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്സിനൊക്കെ തന്നെ കൃത്യമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആശുപത്രിയിൽ പരിക്കേറ്റെത്തിയ ആളുകൾക്ക് തന്നെ ചികിത്സയും നിലവിൽ ലഭ്യമായിട്ടുണ്ട്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്. നമ്മളിനി പോകുന്നത് കൊൽക്കത്തയിലേക്കാണ്. കൊൽക്കത്തയിലെ ലോ കോളേജിൽ നിയമ വിദ്യാർത്ഥിനി നേരിട്ടത് അതിക്രൂര പീഡനം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട്, ക്ഷതമേറ്റതിൻ്റെ പാടുകളുണ്ട്. ഈ പ്രതികൾ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് ഈ നിയമ വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും അത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അത് വിദ്യാർത്ഥിനി തന്നെ പിന്നീട് പോലീസിന് നൽകിയ മൊഴിയിൽ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബംഗാളിൽ ക്രമസമാധാനം തകർന്നു എന്നാണ് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളിന്റെ ഒരു രാഷ്ട്രീയ വിമർശനം അതിന് പിന്നാലെ ഉണ്ടായത്. ഈ കേസ് അന്വേഷണത്തിനായി സംസ്ഥാന സർക്കാർ പ്രത്യേക ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. കോളേജിലെ ഗാർഡ് റൂമിലെത്തിച്ചാണ് പ്രതികൾ 24-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. മുഖ്യപ്രതി മനോജ് മിശ്ര നടത്തിയ വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് കാരണം. വിദ്യാർത്ഥിനി നേരിട്ടത് അതിക്രൂര പീഡനമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ശരീരത്തിൽ നിരവധി പാടുകളും മുറിവുകളുമുണ്ട്. കഴുത്തിൽ ആക്രമണത്തിന്റെ പാടുകൾ. ശ്വാസതടസ്സം നേരിട്ടതോടെ ആശുപത്രിയിലെത്തിക്കാൻ വിദ്യാർത്ഥിനി ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതികൾ വീണ്ടും പീഡനം തുടർന്നു. ബംഗാളിൽ ക്രമസമാധാനം തകർന്നുവെന്നും പ്രീണന രാഷ്ട്രീയമാണ് കാരണമെന്നും കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആരോപിച്ചു. മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. वेस्ट बंगाल में पूरी कानून की व्यवस्था बिगड़ी हुई है और जो तुष्टीकरण की राजनीति है उसके कारण और बिगड़ते जा रही है. उसी का ही ये परिणाम आपको देखने को मिला. और आप सवाल मेरे से इसलिए कर रहे हो कि भाई मैं देश का कानून मंत्री हूँ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ പെൺകുട്ടിയെയും കുടുംബത്തെയും കാണും. പെൺകുട്ടിക്ക് ആവശ്യമായ സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രഹിത്കർ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. 24 ഡൽഹി. അഹമ്മദാബാദ് വിമാന ദുരന്തം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ
എയർ ഇന്ത്യ ഓഫീസിൽ ഒരു ആഘോഷ പാർട്ടി സംഘടിപ്പിച്ച 4 ജീവനക്കാരെ എയർ ഇന്ത്യ ഇപ്പോൾ പുറത്താക്കി എന്ന വിവരം കൂടി വരുന്നുണ്ട്. എയർ ഇന്ത്യ സാറ്റ്സിന്റെ ഗുരുഗ്രാം ഓഫീസിലാണ് ദുഃഖാചരണം നിലനിൽക്കെ ഇത്തരമൊരു പാർട്ടി ജീവനക്കാർ സംഘടിപ്പിച്ചത്. അതേസമയം വ്യോമയാന മേഖലയിലെ സുരക്ഷ സംബന്ധിച്ച പുതിയ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനായി പാർലമെന്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി അടുത്തയാഴ്ച ഒരു പ്രധാനപ്പെട്ട യോഗം വിളിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുമുണ്ട്. അഹമ്മദാബാദിൽ 274 പേരുടെ ജീവനെടുത്ത അപകടം നടന്ന് ദിവസങ്ങൾക്കകം ഓഫീസിൽ ആഘോഷം സംഘടിപ്പിച്ചതിനാണ് നടപടി. എയർ ഇന്ത്യ സാറ്റ്സിലെയും എയർപോർട്ട് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിലെയും 4 ജീവനക്കാരോടും കമ്പനി രാജി എഴുതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. കമ്പനി CFO ഉൾപ്പെടെ മുതിർന്ന ജീവനക്കാർ പങ്കെടുത്ത പാർട്ടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ജീവനക്കാരുടെ പെരുമാറ്റം കമ്പനിയുടെ മൂല്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് എയർ ഇന്ത്യ സാറ്റ്സ് പ്രതികരിച്ചു. അതിനിടെ അഹമ്മദാബാദ് ഉൾപ്പെടെ അടുത്തിടെ രാജ്യത്തുണ്ടായ വ്യോമയാന അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി യോഗം ചേരുന്നത്. ജൂലൈ 8 നടക്കുന്ന യോഗത്തിലേക്ക് ബോയിംഗ് കമ്പനി പ്രതിനിധി, വ്യോമയാന സെക്രട്ടറി, DGCA, DG ഉൾപ്പെടെയുള്ളവരെ വിളിപ്പിച്ചിട്ടുണ്ട്. അപകടവുമായി ബന്ധപ്പെട്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ നിന്നുമുള്ള വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലബോറട്ടറിയിൽ അവലോകനം ചെയ്തു വരികയാണ്. അന്വേഷണത്തിൽ അന്താരാഷ്ട്ര വ്യോമയാന ഏജൻസിയുടെ വിദഗ്ധനെ നിരീക്ഷകനാക്കാനും ഇന്ത്യ അനുവദിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ അഭ്യർത്ഥന പ്രകാരമാണ് തീരുമാനം. ഡൽഹിയിലെ AAIB ലാബിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചു. 24 ഡൽഹി. CPI ആലപ്പുഴ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. സമ്മേളനത്തിൽ CPI സംസ്ഥാന നേതൃത്വത്തിനും പാർട്ടിയുടെ മന്ത്രിമാർക്കുമെതിരെ വലിയ വിമർശനം ഉയർന്നു എന്നാണ് ഞങ്ങളുടെ ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കൃഷി, സിവിൽ സപ്ലൈസ് വകുപ്പുകൾക്കെതിരെയാണ് വിമർശനം. ഈ വകുപ്പുകൾ പരാജയമാണ് എന്നാണ് ഒരു വിമർശനം ഉണ്ടായത്. സംസ്ഥാന നേതൃത്വത്തിന് വിഷയങ്ങളിൽ നിലപാടില്ല എന്ന വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. മന്ത്രിമാരെയും നേതൃത്വത്തെയും കടന്നാക്രമിച്ചായിരുന്നു CPI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ ചർച്ച. കൃഷിമന്ത്രി P. പ്രസാദിനെതിരെ രൂക്ഷ വിമർശനം. കർഷക പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടലില്ല. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളുടെ ചരിത്രത്തിൽ ആദ്യമായി കൃഷിമന്ത്രിയുടെ ഓഫീസ് കർഷക പ്രതിഷേധത്തിന് വേദിയായി. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പും പൂർണ്ണ പരാജയമെന്ന് പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന നേതൃത്വത്തിന് രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചുനിൽക്കാനുള്ള കെൽപ്പില്ലെന്നായിരുന്നു മറ്റൊരു വിമർശനം. ബ്രൂവറി വിഷയത്തിലെ മലക്കമറിച്ചിൽ ഉദാഹരണമായി എടുത്തുകാട്ടി. സംസ്ഥാന കൗൺസിലിന്റെ നിർദ്ദേശങ്ങൾ പലപ്പോഴും പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്നും വിമർശനമുയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ വോട്ട് ചോർച്ചയുണ്ടായെന്ന് സംഘടനാ റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. ഹരിപ്പാട്, കായംകുളം, അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ ഇത് പ്രകടം. LDF ഒറ്റക്കെട്ടായി നിന്ന് അകന്നുപോയ വോട്ടുകൾ തിരികെ പിടിക്കണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ നിർദ്ദേശം. മാവേലിക്കരയിൽ CA അരുൺകുമാർ മികച്ച സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും സംഘടനാ ദൗർബല്യം പരാജയ കാരണമായെന്ന സ്വയം വിമർശനവും റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നു. 24 ആലപ്പുഴ. നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കുന്ന ഈ ബൈക്ക് വെട്ടിച്ചതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശവമഞ്ചമേന്തിയായിരുന്നു പ്രതിഷേധം. ഇന്ന് പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനം വെട്ടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ചത്. അമ്മ ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇന്ന് പ്രതീകാത്മക ശവമഞ്ചമേന്തിയായിരുന്നു UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. സമരം കോർപ്പറേഷൻ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് തിരുത്തിക്കൊണ്ട് നഗരങ്ങളിലെ കുഴിയടയ്ക്കാനുള്ള ഒരു പ്രവണതയല്ല, മറിച്ച് മേയർ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേട്ടു കാണും. എന്താ മേയർ പറഞ്ഞത്? അദ്ദേഹം കുഴിയിൽ വീണിട്ടല്ല മരിച്ചത്, കുഴി കണ്ടപ്പോൾ വണ്ടി തെറ്റിച്ചുകൊണ്ട് ബസ്സിനടിയിലേക്ക് പോയെന്ന്. ഇന്നലെ പ്രതീകാത്മക ബലിതർപ്പണം നടത്തി BJPയും പ്രതിഷേധിച്ചു. അതിനിടെ തിങ്കളാഴ്ച തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേരും. അപകടമരണം ഉയർത്തിക്കാട്ടി കൗൺസിൽ യോഗം പ്രക്ഷുബ്ധമാക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. 24 തൃശൂർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട്, മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ 10 മണിക്ക് വന്ന പുതിയ കണക്കിലാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് വന്നു. നാളെ അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തുറന്നുവിടും എന്ന വിവരം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ സംഭരണ നിലയിലേക്ക് വെള്ളം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 136 അടി എത്തി. ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുള്ളത്, നീരജ് ചോപ്ര
ജാവലിൻ ത്രോ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം തിരിച്ചുപിടിച്ചു എന്നൊരു സന്തോഷ വാർത്ത കായിക പ്രേമികളെ സംബന്ധിച്ചുണ്ട്. നേരത്തെ നഷ്ടപ്പെട്ട റാങ്കിങ്ങിലേക്ക്, പഴയ റാങ്കിങ്ങിലേക്ക് 1ാം സ്ഥാനത്തേക്ക് നീരജ് തിരികെ എത്തി എന്നൊരു സന്തോഷ വാർത്ത കൂടി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും നീക്കണമെന്ന RSS നേതാവ് ദത്താത്രേയ ഹൊസബുള്ളയുടെ അഭിപ്രായത്തെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുന്നത് നമ്മൾ ഈ ദിവസം കണ്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട പരാമർശം ഉപരാഷ്ട്രപതിയുടേതും ആയിരുന്നു. കേന്ദ്രമന്ത്രിമാരുമൊക്കെ ഈ അഭിപ്രായത്തെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയ മുന്നറിയിപ്പുമായി, കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളും ഇന്ന് രംഗത്തെത്തി. ആ റിപ്പോർട്ടിലേക്ക്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്തിയതിനെ ചോദ്യം ചെയ്താണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ രംഗത്ത് വന്നത്. ഭരണഘടനയുടെ ആമുഖം മാറ്റാൻ കഴിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ആമുഖം ഭേദഗതി ചെയ്തത് ഭരണഘടനാ നിർമ്മാതാക്കളോടുള്ള വഞ്ചനയെന്ന് ഉപരാഷ്ട്രപതി. Who at that time, the darkest period emergency, were in captivity without access to justice system and fundamental rights. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റിന്റെ ആവശ്യമില്ലെന്നും മതേതരത്വം ഇന്ത്യൻ സംസ്കാരത്തിന്റെ കാതലല്ലെന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും ദത്താത്രേയ ഹൊസബലയുടെ ആവശ്യത്തെ പിന്തുണച്ചു. മോദി 10 തവണ പിറന്നാലും ഭരണഘടനയെ തൊടാനാവില്ലെന്നും RSS ശ്രമങ്ങളെ കോൺഗ്രസ് ചെറുക്കുമെന്നും KC വേണുഗോപാൽ. ആ പൂതി നടക്കാൻ പോകുന്നില്ല. അത്തരം ഒരു ഭേദഗതിയുമായിട്ട് അവർക്ക് വരാനും പറ്റില്ല. ശിവരാജ് ചൗഹാൻ അത് പറയുന്ന സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു കേന്ദ്രമന്ത്രി അങ്ങനെ പറയുന്നത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. അതേസമയം ഭരണഘടന ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും എന്നാൽ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വിധി പരാമർശിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കി. 24 ഡൽഹി. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നും അപകടനില തരണം ചെയ്ത് തിരിച്ചു വരുമെന്നും മകൻ അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ VS അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യസ്ഥിതി ചെറിയ രീതിയിൽ വഷളായിരുന്നുവെങ്കിലും MRI സ്കാനിൽ പുരോഗതി രേഖപ്പെടുത്തിയതായി ആശുപത്രിയിലെത്തി ഡോക്ടർമാരുമായി സംസാരിച്ച ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സഖാവ് VSന്റെ ആരോഗ്യനില ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി പ്രശ്നമാണ് എന്ന രീതിയിലാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയിരുന്നത്. MRI സ്കാനിങ് ഇപ്പോൾ നടത്തി. അപ്പോൾ ബ്രെയിനിന് വലിയ കുഴപ്പമില്ല എന്ന നിലയിലാണ് കണ്ടത്. അപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലയിലാണ് ഇപ്പോൾ കാര്യമുള്ളത്. MRI സ്കാൻ റിസൾട്ട് ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 6ാം സീസണിന്റെ ഓഡീഷൻ കോഴിക്കോട് പുരോഗമിക്കുകയാണ്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഓഡീഷനിൽ പങ്കെടുക്കാം. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കോഴിക്കോട് ജില്ലയിലെ ഓഡീഷൻ ഹോട്ടൽ മഹാറാണിയിൽ നടക്കുന്നത്. മത്സരാർത്ഥികൾക്ക് ആവേശം പകർന്ന് അവതാരക മീനാക്ഷിയും ഓഡീഷനിൽ എത്തി. കുട്ടിപ്പാട്ടുകാർക്ക് അവസരം നൽകുന്ന ജനപ്രിയ റിയാലിറ്റി ഷോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ 6ാം സീസൺ ഓഡീഷനാണ് കോഴിക്കോട് പുതിയറയിലെ ഹോട്ടൽ മഹാറാണിയിൽ പുരോഗമിക്കുന്നത്. 100 കണക്കിന് കുട്ടികളാണ് ഓഡീഷനായി എത്തുന്നത്. ഗായകർക്ക് ആവേശം പകർന്ന അവതാരക മീനാക്ഷിയും എത്തി. അപ്രതീക്ഷിതമായി മീനാക്ഷിയെ കണ്ട കുരുന്നുകൾ ചുറ്റും കൂടി. പിന്നെ സെൽഫി എടുക്കേണ്ട തിരക്ക്. ടോപ്പ് സിംഗറിന്റെ അവതാരകയാണെങ്കിലും ആദ്യമായാണ് ഒരു ഓഡീഷൻ വേദിയിലെത്തുന്നതെന്ന് മീനാക്ഷി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഡീഷന് പോകുന്നത്. അതും അവതാരക എന്ന് പറഞ്ഞാലും എനിക്ക് ആകെ ടോപ്പ് സിംഗറിൽ നിന്ന് മാത്രം. അത് എൻ്റെ വീട് പോലെ ആയതുകൊണ്ട് ഇവിടെ മാത്രം നിന്നുള്ള പരിചയമേ എനിക്കുള്ളൂ. എന്നാലും ഇത്രയും പേര് ഇത്ര സന്തോഷമായിട്ട് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളുമായി കൂട്ടുകൂടിയും വർത്തമാനം പറഞ്ഞും അവരുടെ ടെൻഷൻ അകറ്റി. എല്ലാവരും നന്നായിട്ട് പാട്ട് പാടുക. ടോപ്പ് സിംഗർ ഇഷ്ടമാണോ? ടോപ്പ് സിംഗറിൽ വരാൻ വേണ്ടി മാത്രം 4 വയസ്സായി എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. എനിക്ക് തോന്നില്ല ടോസിംഗ് ഗർദ് വരുന്നില്ല. വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ ഓഡീഷനിൽ പങ്കെടുക്കുന്നത്. അമ്പലപ്പുഴയിൽ ഉണ്ണിക്കണ്ണനോടു നീ
എന്തു പരിഭവം മെല്ലെ ഓടി വന്നുവോ. അടുത്ത മാസം 5-ന് തൃശൂരും 6-ന് തിരൂരും 13-ന് പാലക്കാടും 19, 20 തീയതികളിൽ തിരുവനന്തപുരത്തും 26, 27 തീയതികളിൽ എറണാകുളത്തും ഓഡിഷൻ നടക്കും. 24 കോഴിക്കോട്. ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈഫ് ഓഡീഷനിൽ പങ്കെടുക്കാൻ പ്രേക്ഷകർക്കും അവസരമൊരുക്കുകയാണ്. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 വരെ 24ന്റെ തിരുവനന്തപുരം ന്യൂസ് ബ്യൂറോയിലാണ് ഈ ഓഡീഷൻ നടക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഇതാണ് 9207078626. ഈ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 വരെ 24 തിരുവനന്തപുരം ന്യൂസ് ബ്യൂറോയിൽ. പ്രേക്ഷകരെ കൂടെ കൂട്ടാൻ പാട്ടുമായി വീട്ടമ്മമാർ വീണ്ടും. മ്യൂസിക്കൽ വൈഫ് ഓഡീഷനിൽ പങ്കെടുക്കാൻ നിങ്ങൾക്കും അവസരം. ഓഡീഷൻ നാളെ തിരുവനന്തപുരം ജില്ലയിൽ 24 ന്യൂസ് ബ്യൂറോ, ശ്രീബാല തിയേറ്റർ, അട്ടക്കുളങ്ങര, ചാലൈ PO, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ +91 9207 078 626. ഇമെയിൽ mw@flowerstv.in. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.